സംസ്ഥാനത്ത് കൊടും ചൂട് തുടരുന്നു. 6 ജില്ലകളിൽ ശരാശരി താപനിലയേക്കാൾ 4 ഡിഗ്രി സെൽഷ്യസ് വരെ കൂടുതലാണ് ചൂട്. തൃശൂരിന്റെ ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന താപനില ഇന്ന് രേഖപ്പെടുത്തി. ഇടുക്കിയിൽ കർഷകന് ഇന്ന് സൂര്യാഘാതമേറ്റു. വ്യാഴാഴ്ച വരെ ഉയർന്ന താപനില തുടരുമെന്നാണ് മുന്നറിയിപ്പ്. കൊല്ലം, ആലപ്പുഴ, കോട്ടയം, തൃശൂർ, പാലക്കാട്, കോഴിക്കോട് ജില്ലകളിലാണ് ശരാശരിയേക്കാൾ 3 മുതൽ 4 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരുന്നത്. ഈ ജില്ലകളിൽ നാളെയും മറ്റന്നാളും 2 മുതൽ 3 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരും. തൃശൂരിൽ ചരിത്രത്തിൽ ഏറ്റവും ഉയർന്ന താപനിലയാണ് രേഖപ്പെടുത്തിയത്. 40.4 ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നു തൃശൂരിൽ ഇന്നലത്തെ താപനില. ഇടുക്കിയും വയനാടും ഒഴികെ മറ്റെല്ലാ ജില്ലകളിലും ചൂട് കൂടുമെന്ന് തന്നെയാണ് മുന്നറിയിപ്പ്. 3 മാസം സംസ്ഥാനത്ത് വേനലുണ്ടാകും. താപനില ശരാശരിയിൽ നിന്നും 1 ഡിഗ്രി വരെ ഉയരാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള ഒരു നിഗമനം കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പ് പുറത്തുവിട്ടിട്ടുണ്ട്. മാർച്ച് 1 തന്നെ അത് പുറത്തുവിട്ടിട്ടുണ്ട്. ദുരന്ത നിവാരണ അതോറിറ്റിയുടെ സന്ദേശങ്ങൾ അവഗണിക്കരുതെന്ന് കർശന നിർദ്ദേശമുണ്ട്. രാവിലെ 11 മുതൽ 3 മണിവരെ നേരിട്ട് സൂര്യപ്രകാശം ഏൽക്കാതിരിക്കാൻ പരമാവധി ശ്രദ്ധിക്കണം. ഇടുക്കിയിൽ കർഷകനായ തകിടിയേൽ മാത്യുവിന് രാവിലെ സൂര്യാഘാതമേറ്റു. ഈ മാസം 162 പേർക്കാണ് സൂര്യാഘാതമേറ്റത്. ന്യൂസ് 18 തിരുവനന്തപുരം.